നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് കുബുത്തിയടി നീ ആലോചിക്കുന്നേ? എനിക്കിട്ട് എങ്ങനെ പാര വെക്കുന്നാവല്ലേ? അല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. അച്ഛനെയും അമ്മയും കണ്ടു കൊതി തീരാത്തവർക്ക് അവരെന്തുമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു മനസ്സിലാവൂ. ശരി ശരി, ആലോചിച്ചോ. നീ എന്തുമാത്രം വേണമെങ്കിലും ആലോചിച്ചോ. പക്ഷെ ഒന്നും നടക്കില്ല, അത്ര തന്നെ. എന്താടി നീ പോടാ. എന്താടി നിന്നെ വിളിച്ചേ? പോടാന്ന്. എടത് ഇത് കേട്ടോ? ഇവളെന്നെ വിളിച്ച എന്താണെന്ന് കേട്ടോ? എന്താ മുരളി? ഒന്നുമില്ല ചേച്ചി, നാട്ടിലേക്ക് അച്ഛനും അമ്മയും കാണാൻ വേഗം പോണ്ടേന്ന് പറയുമായിരുന്നു. ഇങ്ങനെ വേറെന്തൊക്കെയോ കേട്ടും തോന്നുന്നു. എടാ എന്നെ വിളിച്ചത്? പോവണ്ടേന്ന് പറഞ്ഞതാ. ഉടനെ ദുർവ്യാഖ്യാനം ചെയ്തു നോക്ക്. മതി, ഇനി അവിടെ ചെന്ന് തല്ലുകൂടിക്കൊള്ളണം രണ്ടെണ്ണം. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാ ഇവളെ നിലയ്ക്ക് നിർത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഏട്ടത്തി. ഓ, എങ്കിൽ പിന്നെ അവിടെ എത്തുന്നത് വരെ നീ അങ്ങ് സഹിക്കേ. കഴിഞ്ഞില്ലേ കാര്യം? ആ, എല്ലാരും റെഡിയായോ? ഇറങ്ങാപ്പോ. എനിക്ക് ബാഗ് എടുക്കാനുണ്ട്. അച്ഛന്റെ പുറകെ നടന്ന് എന്റെ സമയം മുഴുവൻ പോയി കിട്ടി. അമ്മയെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയല്ലേ? ആ അച്ചടാ, ഇല്ലല്ലോ. മോന്റെ കാര്യം നോക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വമല്ലേ? ഗുഡ് അമ്മ, ഞാൻ ശ്രമിച്ചിരിക്കുന്നു. ഹലോ. ഓക്കെ സാർ, ശരി ശരി. ഇല്ല, ഇന്ന് വേറെ പരിപാടിയൊന്നും പിടിക്കുന്നില്ല. അമ്മ എന്നാ ബാഗ് എടുക്കട്ടെ. അഞ്ജലി, ഒരു മിനിറ്റ്. ആ ശരി സാർ, ഞാൻ വരാം സാർ. വിളിച്ചാ മതി. ആ ആ ഓക്കെ സാർ, പറയാം സാർ, വിളിച്ചാ മതി. ആ എന്താ പ്രസാദേട്ടാ? നമ്മുടെ ആ കസവോടയിലെ ക്ലയന്റാ വിളിച്ചത്. അയാൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. അവരൊരു പുതിയ ബിൽഡിംഗ് ഇനോഗ്രേഷൻ ചെയ്യാൻ പോവാ. ഇപ്പൊ പോണോ? നമുക്ക് ഇറങ്ങണ്ടേ? അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, ബിസിനസ് കാര്യമല്ലേ. ഒരു കാര്യം ചെയ്യാം, ഇപ്പോ ബാക്കിയുള്ളവർ പോട്ടെ, ഞാൻ തിരികെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം രണ്ടാമത്. ഞാൻ നിക്കില്ല, എനിക്ക് വേഗം പോണം നാട്ടില്. എന്നാ നീ ഞങ്ങളുടെ കൂടെ പോരടാ അച്ചു. അവര് ഭാര്യയും ഭർത്താവും സൗകര്യം പോലെ പിന്നാലെ വന്നോട്ടെ. ഓക്കെ, സമ്മതം. ശരിയപ്പോ നിങ്ങളൊരു ടാക്സി വിളിച്ചു വെക്കാം, ഞങ്ങള് രണ്ടാമത് വന്നേക്കാം. ശരി, എന്നാ ഞാൻ ആ സാറിനെ പോയെന്ന് കാണട്ടെ. കൊച്ചേട്ടാ, ഇതൊരു പ്ലാനിംഗ് ആണോ എന്ന് സംശയം. എന്ത് സംശയം? നീ തെളിച്ചു പറയടാ ഹരി. ഈ ഫോൺ കോളും പിന്നെ മീറ്റിംഗും തിരക്കിട്ടുള്ള ഒരു പോക്കും ഭാര്യയും ഭർത്താവും പിന്നീട് ഒരുമിച്ച് വന്നേക്കാമെന്നുള്ളൊരു തീരുമാനവും, ഇതൊക്കെ ഒരു പ്ലാനിംഗ് ആണെങ്കിലോ? മനസ്സിലായില്ല. അതായത് എല്ലാവരും കൂടി മിഥുനം സിനിമയിലെ പോലെ ട്രിപ്പ് പോകുന്നതിന് പകരം ഇതിപ്പോ രണ്ടുപേർക്കും തനിയെ ബൈക്കിലങ്ങ് പോരാലോ, യുവമിഥുനങ്ങളെ പോലെ. എങ്ങനെയുണ്ട്? ആണോ ഏട്ടത്തി? സത്യമാണോ? ഒന്ന് പോ മുരളി. ഈ നുണക്കുട്ടൻ ഹരി ആലോചിക്കുന്ന മണ്ടത്തരത്തിന് സമാധാനം പറയലാണോ എന്റെ ജോലി? നിങ്ങൾ വേഗം പോവാൻ നോക്ക്. ഇത് ഏട്ടത്തിയുടെ നമ്പരാ. ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് മുരളി ഏട്ടാ, ഉറപ്പാ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം. വാ വന്നേ. ഒരു മിനിറ്റ്. ഉമ്മ, അമ്മ വേഗം വന്നേക്കണേ. യാത്ര പറയൊന്നും വേണ്ട, പൊയ്ക്കോ. ഗുഡ് മോർണിംഗ് നാഥൻ സർ. വെരി 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 ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഞങ്ങൾ പ്രസാദിനെ കാണാൻ വേണ്ടി വരികയായിരുന്നു. ഇതിനെയാണ് തേടിയ വള്ളി കാലു ചുറ്റിയെന്ന് പറയുന്നത്. ഏയ്, അത് വെറുതെ. എന്നെ കാണാനാണ് വരുന്നെങ്കിൽ ഉറപ്പായി സാറിനെ ഫോണിൽ വിളിച്ചേനെ. വിളിച്ചില്ലല്ലോ.
ഇതിപ്പോ ഇതുവഴി പാസ് ചെയ്യുന്ന നേരത്ത് എന്നെ കണ്ട് വണ്ടി നിർത്തിയെന്ന് മാത്രം ശരിയല്ലേ മണിച്ചൻ ചേട്ടാ? അല്ലെന്നേ, സത്യമായിട്ടും ഞങ്ങൾ പ്രസാദിന് വീട്ടിലോട്ട് വരികയായിരുന്നു. പ്രസാദ് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പേ അവിടെ എത്തണമെന്ന വാശിയില്ല ഇത്രയും നേരത്തെ പുറപ്പെട്ടത് തന്നെ. എന്താടോ തനിക്ക് മണിച്ചൻ പറഞ്ഞിട്ട് വിശ്വാസമാവാത്ത പോലെ? ഏയ് അങ്ങനെയല്ല സാർ. സാറിന് എന്തായാലും ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ ഞാൻ സാറിന്റെ അടുത്തേക്ക് ഓടി വരാറുള്ളത്. അതൊക്കെ എനിക്ക് അറിയാൻ പ്രസാദ്. അതുകൊണ്ടാണല്ലോ തന്നെ ഞാൻ എന്റെ സ്വന്തം ബ്രദറായിട്ട് കാണുന്നത്. ആക്ച്വലി ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് തന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അത് മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇപ്പൊ ഞാൻ ഈ പിടച്ചടിച്ചിങ്ങി വന്നത്. നാഥൻ സാറിന് എന്റെ സഹായോ? സാറിനെ പോലൊരു വലിയ മനുഷ്യനെ സഹായിക്കാനും മാത്രം എന്തിരിക്കുന്നു സാർ എന്റെ കയ്യില്? അയ്യോ, സാറ് കാശ് കടഞ്ഞു വയ്ക്കാൻ വന്നാണെന്ന് വിചാരിച്ചോ? ഇതല്ല പ്രസാദേ, ആളാലുള്ള സഹായം, ആൾ സഹായം. വളച്ചു കെട്ടാതെ ഞാൻ തന്നെ കാര്യം പറയാം. കഴിഞ്ഞ കുറേ കാലമായി എന്റെ ജീവിതം വലിയ പ്രശ്നങ്ങളില്. അമ്മ ജാതകം എടുത്ത് നോക്കിയപ്പോ കണ്ടകശനിയാ പ്രശ്നം. കണ്ടകശനി കൊണ്ടേ പോകുന്ന പറച്ചില്. അങ്ങനെ കാലം വന്ന് കൊണ്ടുപോയാലെന്ന് പേടിച്ച് പ്രശ്നം വെച്ച് പരിഹാരം ആലോചിച്ചു. എന്ത് പരിഹാരം? ഒരു പൂജ നടത്തണം. അഖണ്ഡ നരനാരി പൂജ എന്ന് പറയും. അതിനായിട്ട് സർവ്വവിധ പൊരുത്തവും തികഞ്ഞൊരു ദമ്പതിയെ വേണം. അവര് പൂജാസ്ഥലത്ത് വന്ന് പുടവ സ്വീകരിച്ച് ദക്ഷിണ വാങ്ങി അവര് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാൽ മാത്രമേ അഖണ്ഡ നരനാരി പൂജാകർമ്മങ്ങൾ പൂർത്തിയാവൂ. ഇന്ന് തന്നെ പൂജ നടത്താമെന്ന് ഇന്നലെ രാത്രിയിലാണ് തീരുമാനിച്ചത്. ഈ അവസാന നിമിഷം എല്ലാവിധ പൊരുത്തവും തെഞ്ഞ ദമ്പതികളെ എവിടുന്ന് കിട്ടാനാ? അതിനാണ് പ്രസാദിന്റെ സഹായം സാറ് ചോദിച്ചു വന്നിരിക്കുന്നത്. അതിനിപ്പോ എന്താ സാർ? സാർ ഇത്ര നിസ്സാരമായൊരു ആവശ്യമായി വന്നിട്ട് തള്ളിക്കളെ എനിക്ക് പറ്റില്ലല്ലോ. വെരി ഗുഡ്, താങ്ക്സ് എ ലോട്ട്. കണ്ടോടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി പ്രസാദ് എന്തും ചെയ്യുമെന്ന്. ഏയ് അങ്ങനെ ഷോ കാണിക്കലൊന്നും ഇല്ലെന്നേ. അല്ല, ഈ ദമ്പതികളെന്ന് പറയുമ്പോ ഈ അടുത്ത് ഞാൻ നടത്തിയൊരു ഇവന്റ് ഉണ്ട്. ഒരു ഡോക്ടർ ഉമാദത്തൻ സാറിന്റെ മകൾ പൂർണിമയുടെ അവരുടെ ഹസ്ബൻഡ് അഭിലാഷ്. രണ്ടുപേരെ ഞാൻ വിളിച്ചു നോക്കാം. അവർ ഒന്നാന്തരം കപ്പിൾസ് ആയിരിക്കും ഈ പൂജയ്ക്ക് ഗസ്റ്റായിട്ട് വരാൻ. അല്ല സാറേ, അയ്യോ പ്രസാദ്, എനിക്ക് സഹായം വേണ്ടത് മറ്റേതെങ്കിലും ദമ്പതിയെ വാടകയ്ക്കെടുക്കാനല്ല. പ്രസാദ് തന്നെ വേണം സ്വന്തം ഭാര്യയായിട്ട് വന്ന് പൂജയിൽ പങ്കെടുക്കാൻ. അയ്യോ, അതിനെനിക്ക് ഭാര്യയില്ലല്ലോ സാർ. എന്താ, തനിക്ക് ഭാര്യ ഇല്ലെന്നോ? പിന്നെ ഞാൻ കണ്ടതാരാ? സ്കൂളിൽ വെച്ച അഞ്ജലി. ഈശ്വര, അഞ്ജലി എന്റെ ഭാര്യയില്ലെന്ന് എങ്ങനെ പറയും? അച്ഛനെ കുറിച്ച് ചോദിച്ച അവൻ എന്റെ മകനല്ലെന്ന് പറയാനും പറ്റില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.